ഈ ഒരു കസ്റ്റമറിൻ്റെ ബേബിൻ്റെ 4th ആൻഡ് 5th മന്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റീലൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൾ ചൂസ് ചെയ്യുന്ന തീമൊക്കെ എപ്പോഴും നല്ല അടിപൊളിയാട്ടോ. അപ്പം 6 മന്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആൾ ചൂസ് ചെയ്തത് ഫുട്ബോൾ തീമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ ഓൾറെഡി മോൻ്റെ നെയിമൊക്കെ വെച്ചിട്ടുള്ള ജേഴ്സിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഡിസൈന് ഞാൻ കുറച്ച് അയച്ചു കൊടുത്തപ്പം ആൾ സെലക്ട് ചെയ്തത് ഈ ഒരു തീമായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ ഏറ്റവും കാണാൻ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ ഒരു വലിയൊരു ബോളാണ്. കാരണം കേക്ക് വരുന്നത് 1/2 kg ആണ്. അപ്പോൾ ഫോണ്ടൻറ്റിൽ ഈ ഒരു ബോൾ സെറ്റ് ചെയ്യുമ്പം 500 ഗ്രാമിനേക്കാളും കൂടുതൽ ഫോണ്ടൻ്റ് ആവശ്യം വരും. അപ്പോൾ ഒരുപാട് വെയിറ്റ് കേക്കിൻ്റെ മേലേക്ക് വെക്കേണ്ടി വരും. പിന്നെ അത്രയും ഫോണ്ടൻറ്റ് വേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത് നോക്കിയാലോ. അപ്പം കേക്ക് വരുന്നത് ചോക്ലേറ്റ് ട്രഫിൾ 1/2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ബോളാണ്, ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കേക്കിലേക്ക് പറ്റിയൊരു സൈസിൽ നോക്കിങ്ങാണ്ട് സെലക്ട് ചെയ്ത് ആ ഒരു ബോൾ നമ്മൾ മേടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഡിസൈനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡാർക്ക് ഗ്രീൻ ആക്കിയിട്ടില്ല. അതിലേക്ക് നമ്മൾ ആ ബോൾ ഉണ്ടല്ലോ, അത് വെച്ച് ഫോണ്ടൻറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് ഇതുപോലെ ഫുട്ബോൾ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് കേക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആക്കുകയാണേ. ഇനി ഇതിലേക്ക് മോൻ്റെ നെയിമും കൂടെ എഴുതാനുണ്ടായിരുന്നു. അപ്പം നെയിം കാണുന്ന രീതിയിൽ വേണമെന്നുള്ളത് കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ ഡിസൈനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫോണ്ടിൻ്റെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതുപോലെ ഒരു ബോളൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് ഫുട്ബോൾ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ.